സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്ന ആളുകൾക്ക് റിമോട്ട് ഉപയോഗിക്കാതെ എങ്ങനെ ഡയറക്റ്റ് നമ്മുടെ സെറ്റപ്പ് ബോക്സോ അല്ല കേബിൾ നെറ്റ്വർക്കോ ഒക്കെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ടി വിയിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ടി വിയുടെ റിമോട്ട് യൂസ് ചെയ്യാതെ തന്നെ കുട്ടികളൊക്കെ ഗെയിം കളിക്കാനായിട്ടൊക്കെ ടി വിയുടെ റിമോട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ടി വിയുടെ റിമോട്ട് കംപ്ലൈൻ്റ് ആയി പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടി വി റിമോട്ട് ഉപയോഗിക്കാതെ ഡയറക്റ്റ് ചാനലിലോട്ട് വരുന്ന ആ ഒരു സെറ്റിങ്സാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതിനകത്ത് നിങ്ങളുടെ ടി വിയുടെ റിമോട്ട് എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം HDMI കേബിൾ കണക്ട് ചെയ്ത് ടി വിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്താണ് നമ്മൾ HDMIയിലോട്ട് മാറ്റുന്നത്. എന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് HDMIയിലോട്ട് മാറ്റാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ടി വിയുടെ റൈറ്റ് സൈഡിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. ഇതുപോലുള്ള ഓപ്ഷൻസ് വരുന്നതിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ടൊരു സെറ്റിങ്സ് ഓപ്ഷൻ വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നേരെ ആ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ മുകളിലുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് സെർച്ചിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നേരെ താഴോട്ട് അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻ വരും. അതിനകത്ത് ഓൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നമുക്ക് ആദ്യം പിക്ചറൊക്കെ ആയിരിക്കും വരുന്നത്. പിക്ചർ, സൗണ്ട്സ്, സെറ്റിങ്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സിലൊന്നും ഒരു ആ ഓപ്ഷൻ കാണുകയില്ല. ആദ്യത്തെ അഡീഷണൽ സെറ്റിങ്സിനകത്ത് നമ്മളിവിടെ ബാക്കിലോട്ട് സ്ക്രോൾ ചെയ്യുക. ബാക്കിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഒരു സെറ്റിങ്സിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ഹോം സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിരിക്കും. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഓപ്ഷനും എനേബിൾ ആയിരിക്കും. ഇത് എനേബിൾ ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു സ്ക്രീൻ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് വരുന്നത്. അതിനുശേഷം നമ്മൾ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് വേണം കേബിൾ ടി വിയിലോട്ട് കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് ബോക്സിലോട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. രണ്ട് ഓപ്ഷൻ ഡിസേബിൾ ചെയ്തതിന് ശേഷം മുകളിലത്തെ ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ കണ്ടോ റീസെൻറ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അത് ആ ഗ്രീൻ ടിക്കിൽ വന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി എനേബിൾ ആയിട്ടുണ്ട്. ഹോമിലായിരിക്കും കിടക്കുന്നത്. അത് നിങ്ങൾ റീസെൻറ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ ബാക്കിലോട്ട് പോവുക. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് റീസെൻ്റ് ആയിട്ട് വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഏതാണോ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത് അത് മാത്രമായിരിക്കും ഏത് സമയം ടി വിയിൽ ഓപ്പൺ ആകുന്നത്. ഞാനിതുകൊണ്ടോ HDMI ഓൾറെഡി റീസെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ടി വി ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താലും ഈ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും എനേബിൾ ആയിട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് ടി വി സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കേബിൾ ടി വിയിലോട്ടായിരിക്കും കണക്റ്റ് ആകുന്നത്. നിങ്ങൾ കേബിളാണ് ഉപയോഗിക്കുന്നത്, കേബിൾ സെറ്റപ്പ് ബോക്സ് ആണെങ്കിൽ സെറ്റപ്പ് ബോക്സ്. ഇപ്പോൾ ഞാനിതിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ടി വിയുടെ റിമോട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള റിമോട്ടാണ് ഒന്നാമത് ഇതിൻ്റെ. അതുതന്നെയല്ല കുട്ടികളൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നശിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങളുടെ കേബിൾ ടി വി ആയിട്ട് ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്തിടാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ, സീ യു.